എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ മറ്റൊരു ഈസി സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. നമുക്കിവിടെ നാട്ടുമാങ്ങയൊന്നും കിട്ടാനില്ല. അപ്പോൾ പ്രവാസികളായിട്ടുള്ളവർക്ക് ഇതുപോലത്തെ മാങ്ങയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ക്രേവിങ് നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം ഏതെങ്കിലും ഒരു രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക, എന്നിട്ട് അത് സ്ലൈസായിട്ട് മുറിക്കുക. അപ്പോൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നില്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു വെജ് ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ അവർക്ക് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മാങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത ഒരു മാങ്ങയാണ് കേട്ടോ ഇത്. നല്ല മധുര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മാങ്ങയ്ക്ക് പുളിയാണെന്നുണ്ടെങ്കിലും ഈ കറി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ല ഇനി അത് നല്ല മധുരമുള്ള ടേസ്റ്റിലാണെങ്കിലും ഇത് നല്ലതായിരിക്കും. അതെങ്ങനെ ഒരു പാനിലിട്ട് കൊടുത്ത് ചെറിയൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അത് നമ്മളൊരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് സവോള നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഇത്രയും സാധനം ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത ശേഷം അത്യാവശ്യം വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ മാമ്പഴം ഒന്ന് വേവുന്നത് വരെ നമ്മൾക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് മാമ്പഴത്തിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് തൈര് ഒഴിച്ചിട്ടുള്ള രീതിയിലാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനും കൂടെ ഇൻ കേസ് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ അത് ബാലൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈ തൈരിൻ്റെ നല്ല പുളിയുള്ള തൈരൊക്കെ ഇവിടെ കിട്ടാൻ പാടാണല്ലോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇതിൻ്റെ ഓരയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തീരാറാകുമ്പോഴത്തേക്കും വീണ്ടും പാലൊഴിച്ച് കാച്ചി ഇതിലേക്ക് ഒഴിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി അറിയില്ലാത്തവർ എനിക്ക് പേഴ്സണലി അറിയുന്നവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. ഇത് നല്ല ക്രീമി ടെക്സ്ചറിൽ വരും കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഉറ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആവാറായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ല പുളിയുള്ള തൈര് നമുക്ക് കിട്ടും. ഇവിടെ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടുന്ന തൈരിന് അത്യാവശ്യം പുളിയില്ല. ഏകദേശം ഒരു ക്രീമി ടെക്സ്ചറിലൊക്കെയാണല്ലോ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നാട്ടിലെ ടേസ്റ്റിൽ ഈ പുളിശ്ശേരി അല്ലെങ്കിൽ കാളൻ ഇതൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലത്തെ പുളിയുള്ള തൈര് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ ചെയ്യണത് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 1 കപ്പ് തേങ്ങ, പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് വേണ്ടത് 2-3 പച്ചമുളകാണ്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് പൾസ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ല പട്ടുപോലെ അരിഞ്ഞ് വരണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റിന് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പൾസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വേവാൻ വെച്ചിരുന്ന നമ്മുടെ മാമ്പഴമൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ തൈര് ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതിയായിരിക്കും. ചിലപ്പോൾ അത് കൂടുതൽ വാട്ടറി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് കടഞ്ഞെടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത്ര ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ തേങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണോടും വരെ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരണോടും വരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കടഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് ലൂസായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ മാമ്പഴം വേവിച്ചപ്പോൾ അതിലൊരു വെള്ളമുണ്ട്. പിന്നെ തേങ്ങ അരച്ച് കൊടുക്കുമ്പോൾ അതിലൊരു വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതങ്ങ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഈ തൈരൊന്ന് ചൂടായിട്ട് വന്നാൽ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മൾക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ തൈരൊന്ന് ചൂടാവുന്നോടം വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തൈരൊക്കെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ തൈരൊന്ന് ചൂടായി കഴിഞ്ഞ് ഈ കൊമളയൊന്നും വരാൻ വേണ്ടിയിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട.
ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമ്മളൊരു പാനിലേക്ക് എടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സ്പ്ലിറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് സവോളയാണ്. ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ കിട്ടാൻ പാടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2-3 പച്ചമുളകും പിന്നെ ഈ വറ്റൽ മുളകിൻ്റെ ഇതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഇതൊന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണോടെ വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സ്മെല്ല് അടിപൊളി സ്മെല്ലാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ താളിപ്പ് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആൻഡ് സിമ്പിൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. ഇത് ഇനി കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി സെറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആൻഡ് സിമ്പിൾ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്കിനി പുതിയൊരു ഈസി സിമ്പിൾ ഹോം കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.